ഞങ്ങളുടെ മധ്യപ്രദേശ് ടൂറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഡ് ഗണപതി ഹനുമാൻ ക്ഷേത്രം ഭോലേനാഥ് ഭഗവാന്റെ നഗരത്തിലെ ആദ്യത്തെ ക്ഷേത്രമായി ജോഡ് ഗണപതി ഹനുമാൻ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ചരിത്രത്തിന് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ഗണപതി ഭഗവാന്റെയും ഹനുമാന്റെയും വിഗ്രഹം ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാജ്യത്തെ ഏക ക്ഷേത്രമാണിത്. ഓംകാരേശ്വരത്ത് എത്താൻ റോഡുകളോ വാഹനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് കാൽനടയായി വരുന്ന തീർത്ഥാടകർ ഓംകാരേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപ് ഓംകാരേശ്വരിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പുരാതന ഗണപതി ഹനുമാൻ ക്ഷേത്രത്തിൽ നിർത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇവിടെ പ്രണാമമർപ്പിച്ച ശേഷം തീർത്ഥാടകർ തീർത്ഥനഗരിയിൽ പ്രവേശിച്ച് ഓംകാരേശ്വര മാമലേശ്വര ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. തലമുറകളായി നിരവധി ഭക്തർ ഇവിടെ വന്നു പോകുന്നുണ്ട്. വിരാട് രൂപവും അന്നപൂർണ ക്ഷേത്രവും ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഓംകാരേശ്വര നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് അന്നപൂർണ ക്ഷേത്രം. പാർവതി ദേവിയുടെ ഒരു രൂപമായ അന്നപൂർണ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അന്നപൂർണ ക്ഷേത്ര ട്രസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ക്ഷേത്ര സമുച്ചയത്തിൽ ലക്ഷ്മി, സരസ്വതി, പാർവതി, ദത്താത്രേയ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന സർവമംഗൽ ക്ഷേത്രവും ഉൾപ്പെടുന്നു. അന്നപൂർണ ആശ്രമത്തിൽ വിഷ്ണുവിൻ്റെ 51 അടി ഉയരമുള്ള വിരാട് സ്വരൂപ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. മാതാ ദുർഗാ ക്ഷേത്രം, പുരാതനമായ മാർക്കണ്ഡേശ്വര മഹാദേവ ക്ഷേത്രം എന്നിവയും ഇവിടെയാണ്. സ്വാമി സച്ചിദാനന്ദ്ജി മഹാരാജാണ് ക്ഷേത്രവും ആശ്രമവും നടത്തുന്നത്. ഓംകാരേശ്വർ സന്ദർശിക്കുന്ന ഭക്തർ ഇവിടെ ധാരാളം എത്തിച്ചേരുന്നു. നർമ്മദാ നദിയുടെ കാഴ്ച, നർമ്മദയിലെ ബോട്ട് പരിക്രമ, ശ്രീ ആദിശങ്കരാചാര്യരുടെ ഉയരമുള്ള പ്രതിമ, ഓംകാരേശ്വരൻ്റെ വടക്കും തെക്കും ഘട്ടുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ എന്നിവയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഓംകാരേശ്വർ സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ജോഡ് ഗണപതി ഹനുമാൻ അന്നപൂർണ ക്ഷേത്രങ്ങൾ. മറ്റൊരു രസകരമായ വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം.